ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റുകളിൽ ഒന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി. അതായത് കയറുമ്പോൾ തന്നെ ഒരു പ്രൊമോഷനും കൂടാതെ ഗസറ്റഡ് റാങ്കിൽ പച്ചമഷിക്ക് ഒപ്പിടാൻ കഴിയുന്ന ആ ഒരു പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ LSGI സെക്രട്ടറി എന്ന് പറയാം. ഈ പരീക്ഷയ്ക്ക് നിങ്ങളുടെ സാധ്യത എത്രയാണ്? നിങ്ങൾ എക്സ്ക്യൂസസ് ഇല്ലാതെ പഠിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഈ ഒരു പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു കളർ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഗസറ്റഡ് റാങ്ക് പോസ്റ്റ് ആണ് എന്നത് തന്നെയാണ്. ഈ പോസ്റ്റിന്റെ പേര് LSGI സെക്രട്ടറി എന്നാണ്. LSGI സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നാണ് ഈ പോസ്റ്റിന്റെ പേര്. ഇനി നോക്കിയാൽ മക്കളെ, ഈ പോസ്റ്റ് ഗസറ്റഡ് റാങ്ക് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതായത് കയറുമ്പോൾ തന്നെ ഗസറ്റഡ് റാങ്കിലേക്കാണ് കിട്ടുക. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 51,400 മുതൽ 1,10,300 വരെയാണ്. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ പീരീഡിൽ തന്നെ 51,400 എന്ന് പറയുന്ന ബേസിക് പേ ആണ് കയ്യിലേക്ക് കിട്ടുക. അപ്പൊ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ഇനി ഇതിന്റെ ഗ്രോസ് പേ എത്രയാണ്? അതായത് ഹൗസ് റെന്റ് അലവൻസ് ആയിക്കോട്ടെ, ഡിയർനെസ് അലവൻസ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള അലവൻസുകൾ ആഡായിട്ട് ഈ 51,400 എന്ന് പറയുന്നത് 72,000 രൂപ വരെ ഗ്രോസ് സാലറി ലഭിക്കാം. ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരികയാണെങ്കിൽ, അതായത് PF ആയിക്കോട്ടെ, ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് 58,000 മുതൽ 59,000 വരെ ഇൻ ഹാൻഡ് സാലറി കിട്ടുന്ന പോസ്റ്റ് ആണ് ഏത്? പഞ്ചായത്ത് സെക്രട്ടറി. അപ്പൊ നല്ല സാലറിയാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ 25ാമത്തെ വയസ്സിലാണ് സർവീസിൽ കയറുന്നത് എങ്കിൽ അത്യാവശ്യം നല്ലൊരു സാലറിയിലേക്ക് പോകാൻ കഴിയുന്ന പോസ്റ്റാണ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടതിന്റെ ആദ്യത്തെ 2 കാരണം. ഒന്ന്, ഗസറ്റഡ് റാങ്കിലേക്ക് നിയമനം കിട്ടുന്നു. 2, സാലറി വൈസ് നോക്കിയാലും നല്ലൊരു എമൗണ്ട് അവിടെ കിട്ടുന്നുണ്ട്. 3ാമത്തെ കാര്യം നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യതയാണ്. നിങ്ങൾ കയറുന്നത് LSGI സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക മുനിസിപ്പൽ സെക്രട്ടറി ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റാണ്. മുനിസിപ്പൽ സെക്രട്ടറി ഗ്രേഡ് 3. അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് കിട്ടുക. ഓക്കെ, അപ്പം LSGI സെക്രട്ടറിയിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞാൽ മുനിസിപ്പൽ സെക്രട്ടറി ഗ്രേഡ് 3 ഉണ്ട്. അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കിട്ടാം. അത് കഴിഞ്ഞ് ജോയിന്റ് ഡയറക്ടർ, ലാസ്റ്റ് അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് നിയമനം കിട്ടാം. അത്രയും തലങ്ങളിലേക്ക് ഉയർന്നു പോകാൻ കഴിയുന്ന പോസ്റ്റാണ്. അവസാനം നിങ്ങൾക്ക് കൺഫേർഡ് IAS കിട്ടാനുള്ള സാധ്യതയും, അത്യാവശ്യം നല്ല സർവീസ് ഉണ്ട് എങ്കിൽ കൺഫേർഡ് IAS കിട്ടാനുള്ള സാധ്യതയും ഏതിലുണ്ട്? പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യം പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളുണ്ട്, ബെനിഫിറ്റുകളുണ്ട്. പക്ഷേ ഈ ജോലി അത്യാവശ്യം റിസ്കി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അധികാരം കൂടുതലുള്ള പോസ്റ്റാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ഒരുപാട് നിങ്ങൾ ഒരു പഞ്ചായത്തിന്റെ നാഥനാണ്. പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും, അവിടെ നടക്കുന്ന പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിൽ, അവിടുത്തെ മീറ്റിങ്ങുകളിൽ, അവിടുത്തെ ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അങ്ങനെ പഞ്ചായത്തിന്റെ A to Z കാര്യങ്ങളിൽ നിങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ അവിടെയൊക്കെ ചെന്നിരിക്കണം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രാധാന്യം, ആ ഒരു സാധ്യത ജോലിയിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ പരീക്ഷ വരുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സാമിനേഷൻ ക്രൈറ്റീരിയ PSC പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 100 മാർക്കിന്റെ പ്രിലിംസിന്റെ എക്സാമിനേഷൻ ആണ് നടത്തുക. എന്നാൽ മെയിൻസിലേക്ക് വന്നാലോ, മെയിൻസിൽ 2 പേപ്പറാണ്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1നും 100 മാർക്കാണ്, പേപ്പർ 2നും 100 മാർക്കാണ്. പേപ്പർ 1ന്റെ പ്രത്യേകത മെയിൻസിലുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് മെയിൻസിലും റിപ്പീറ്റ് ചെയ്യുന്നത്. ചില ടോപ്പിക്കുകൾ മാത്രം, അതായത് പ്രിലിംസിലെ കറണ്ട് അഫെയറിന് സ്പെഷ്യൽ മാർക്ക് പറയുന്നില്ല. മെയിൻസിലേക്ക് വരുമ്പോൾ അതുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് പ്രിലിംസിൽ. മെയിൻസിലേക്ക് വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഡീഷണലി വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ബാക്കി പ്രിലിംസിന്റെ സിലബസിനോട് കമ്പാരിറ്റീവ്ലി സെയിം ആണ് മെയിൻസിന്റെ സിലബസ്. ഇനി പേപ്പർ 2ലേക്ക് വന്നാലോ, അവിടെയും പൊളിറ്റി അതേപോലെ തന്നെ എക്കണോമിക്സ്, ഈ 2 ടോപ്പിക്കുകളും ഗവേണൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും റിപ്പീറ്റഡ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പേപ്പർ 2ൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു സിലബസ് ആണ് തന്നിട്ടുള്ളത്. ഇത് കൂടാതെ ഇന്റർവ്യൂവും കൂടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇന്റർവ്യൂവും കൂടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും പ്രൊസീജിയറുകളിലൂടെ കടന്നാലാണ് നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ ചെറിയ രീതിയിലുള്ള പഠനം പോരാ, കുറച്ച് കാര്യമായി ഗൗരവത്തോടു കൂടി പഠിക്കാനായിട്ട് പറ്റണം. അപ്പൊ നിങ്ങളെ ഇപ്പൊ പിന്നോട്ട് വലിക്കുന്ന എന്താണ്? ഒന്ന്, ഇതിന്റെ വേക്കൻസിയാണ്. വേക്കൻസി കുറവായിരിക്കില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ശരിയാണ് മക്കളെ, ഒരു 120 മുതൽ 150 വേക്കൻസികൾ വരെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക. ഓക്കെ, സാധാരണ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ 300 വരെ പോവാം. പക്ഷെ ഇവിടെ
120 മുതൽ 150 വരെ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 207ഓളം അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 120 മുതൽ 150 വരെയാണ്. അപ്പൊ ഈ പറയുന്ന വേക്കൻസിയിലേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, എന്റെ മുന്നിൽ എത്ര സമയമുണ്ട്. നിങ്ങൾ ആദ്യം അത് ഐഡന്റിഫൈ, നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാനായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. ഇതിപ്പോ ഓഗസ്റ്റ് മാസമായിട്ടേ ഉള്ളൂ, ശരിയല്ലേ? ഓഗസ്റ്റ് മാസം. അപ്പൊ ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്. 5 മാസം നിങ്ങൾക്ക് എന്തിനുണ്ട്? നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. കണ്ടോ, 10 മാസം. എത്രയാ? 10 മാസമാണ് നിങ്ങൾക്ക് പ്രിലിംസിന് മുന്നോടിയായിട്ട് കിട്ടുന്ന സമയം. ബേസിക് തൊട്ട് വളരെ അടിസ്ഥാനം തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ പഠിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് സെറ്റ് ചെയ്ത് പോകാൻ കിട്ടുന്ന, പഠിച്ചു പോകാൻ പറ്റുന്ന സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. 10 മാസം. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 3-4 മാസം മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള സമയമുണ്ട്. ആ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായി ഒരു ദിവസം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ സുഖമായി ക്ലിയർ ചെയ്യാൻ പറ്റും. സാവകാശം പഠിച്ചു പോകാനായിട്ട് പറ്റും. നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ലോങ് ടേം 2027 ബാച്ച്, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഇത് 3ഉം കൂടി വരുന്ന ബാച്ചാണ്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഈ 3നും കൃത്യമായി ഗൈഡൻസ് ലഭിക്കുന്ന ബാച്ചാണ് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് 2027. LSTD സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ, ഈ 2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മാസമാണ്. അപ്പൊ ഇനിയും നിങ്ങളുടെ മുന്നിൽ ബാച്ച് തുടങ്ങാൻ സമയമുണ്ട്. ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 4,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഉൾപ്പെടെ ഏതാണ്ട് 1 വർഷത്തിലധികം നിങ്ങൾക്ക് കോച്ചിങ് കിട്ടുന്ന രീതിയിൽ ക്ലാസ്സുകളും നോട്ട്സും ടെസ്റ്റുകളും അതേപോലെ തന്നെ മെന്റർഷിപ്പും ലഭിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റ് പാക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന ബാച്ചാണ് ഡിഗ്രി ലോങ് ടൈം ബാച്ച്. 499 രൂപയ്ക്ക് 999 രൂപയ്ക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാം. പിന്നീട് അത് 5,999 ആയിട്ട് മാറുന്നതാണ്. ഗസറ്റഡ് റാങ്കിലേക്കുള്ള നിങ്ങളുടെ യാത്ര സൂപ്പർ നോട്ട്സിനോടൊപ്പം ആവട്ടെ. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന നമ്പറിൽ വിളിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇനി അതുമല്ല എങ്കിൽ നേരെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കയറി പർച്ചേസ് ചെയ്താലും മതി. അപ്പൊ മറക്കണ്ട, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോടാ. സമയം വളരെ കുറവാണ്. നിങ്ങളുടെ ലൈഫ് മക്കളെ ഒരു ഗസറ്റഡ് റാങ്കിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.